ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഇപ്പോഴും കമൻറ്റിൽ വന്ന് ചോദിക്കേണ്ടത് എന്താ ചേച്ചി ലോങ് വീഡിയോ ഇടാത്ത, എന്താ വ്ളോഗൊന്നും ചെയ്യാത്ത, വെറുതെ ഷോർട്സ് മാത്രം ഇട്ട് പോകണമെന്ന് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ട് എനിക്കൊന്നും ഇല്ല, അതാണ് ഞാൻ എടുക്കാത്തത് ഇട്ടാ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് വ്ളോഗൊന്നും എടുക്കാത്തത്, ഷോർട്സിൽ ഇങ്ങനെ ഒതുക്കി കൊണ്ടുപോകണത്. അപ്പം ഇന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എടുക്കാമെന്ന്. ഇതിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പോൾ വൈകിട്ടായിട്ട് 3 മണി 4 മണിക്കായിട്ടുണ്ട്. പൊതുവേ ഞാൻ ഈ ടൈമിൽ എല്ലാ വീഡിയോസും ഷോർട്സ് ആണ് എടുക്കാറ്. അപ്പം ഇന്നത് വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ കിച്ചണിൽ 3:15 ആയിട്ടുണ്ട് കേട്ടോ, 3:30 കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. തേജ് വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. കഴിക്കുമോയെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഉണ്ടാക്കി വയ്ക്കാൻ എൻ്റെ ഒരു സമാധാനത്തിന്. അപ്പോൾ അതുണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, പിന്നെ രാത്രിക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പം ഇപ്പം നമ്മൾ രാത്രി ചോറ് അതിനായിട്ട് കൊണ്ടുവന്നത്, ചപ്പാത്തിക്കൊന്ന് ചെറുതായി ഒഴിവാക്കിയിട്ടുണ്ട്. വേറെ നല്ല വിൻചേട്ടൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഇതെന്താ അങ്ങനെ ഒരു ഡയറ്റിങ് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നതൊക്കെ പറഞ്ഞ് വിൻചേട്ടൻ അങ്ങനെ ചീത്ത പറയുന്നുണ്ട്. അപ്പം ഞാൻ ഡയറ്റിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് രാത്രിക്ക് ചോറ് തന്നെയാട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ ഇപ്പോൾ അവിടെ ഉച്ചയാകുമ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. കാരണം വേവാൻ കുറേ ടൈം എടുക്കണ അരിയായതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്കാവുമ്പോൾ ജാക്സണിൽ ഇറക്കി വയ്ക്കും. പിന്നെ ഇങ്ങനെ കുറേ കണ്ട് എടുക്കണം നല്ല ആയതിന് ശേഷം. അപ്പം അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എന്തെങ്കിലും കറി കുറച്ചിരിപ്പുണ്ട്, എന്നാലും കൂടിയിട്ട് സോയാബീൻ വറുക്കണം. അതുകൊണ്ട് തന്നെ ഒരു കറി പോലെ എന്തെങ്കിലും വേറെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ അപ്പോഴത്തെ മൂടനുസരിച്ചിട്ടാണ് ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം നമുക്ക് തേജുവിനുള്ള ചായക്കുള്ള പരിപാടി തുടങ്ങാം കേട്ടോ. ഞാൻ ഈ ഷോർട്സ് എടുക്കുമ്പോൾ ഇവിടെ നിന്നിട്ടാണ് എടുക്കാറ്. വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ മടി, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ മടിയായിട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം അതാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാത്തത്. ഷോർട്സ് ആകുമ്പോൾ എടുക്കലും കഴിയും, എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും ഒക്കെ എനിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സിലോട്ട് ഒതുങ്ങുന്നത്. കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് പോയേക്കണു, കറണ്ട് ഇല്ല ഗൈസ്. അപ്പം ഞാനിത് നമ്മുടെ ഉപ്മാവിലേക്കുള്ള ഉള്ളിയായിട്ട് അരിയണത്. ഒരു കുഞ്ഞ് സബോളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞേക്കണത്. അതുപോലെ പച്ചമുളക് എടുത്തില്ല തേജുവിനുള്ളതായതുകൊണ്ട്, പിന്നെ ഉണക്കമുളകൊക്കെ എടുത്തേക്കണത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് ചെറുതായിട്ട് ഒരെണ്ണിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഓയിൽ ഏതാ, വെളിച്ചെണ്ണയാണോ എന്താ യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പം ഞാൻ അതും ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റവ ഉപ്മാവില്ലേ, അതിന് മാത്രമേ ഞാൻ ഓയിൽ എടുക്കാറുള്ളൂ. ബാക്കി എന്ത് ഉപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ വെളിച്ചെണ്ണ എടുക്കാറ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. പിന്നെ പാം ഓയിലാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലേ പറയുക, പാമോ ആ സംഭവം, ആ ഓയിൽ തന്നെയാട്ടോ. സൺഫ്ലവർ വേറെ ഉണ്ട്, ഞാൻ ചില കാര്യങ്ങൾക്ക് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നോർമൽ നമ്മുടെ സാധാരണക്കാരുടെ ഓയിൽ തന്നെയാട്ടോ ഞാൻ ഉപയോഗിക്കാറ്. പിന്നെ അതേ ഉപ്മാവ് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഈ ഉപ്മാവിൻ്റെ റെസിപ്പിയും മിൻഷാൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാട്ടോ എനിക്ക് കിട്ടിയിരിക്കണത്. അവിടെ ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കും, ഇഡ്ഡലി അതുപോലെ പുട്ട് അതൊക്കെ ഉണ്ടെങ്കിലും ബാക്കി രാവിലത്തെ ഉണ്ടെങ്കിൽ വൈകിട്ടത്തേക്ക് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു സംഭവം തന്നെ വെളിച്ചെണ്ണ അതിലിതൊക്കെ ഇട്ടിട്ട് എന്ത് പലഹാരം രാവിലത്തെ അത് പൊട്ടിച്ചിട്ട് കുത്തി ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ ഒരു സംഭവം ആക്കും. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കട്ടൻ ചായ, കട്ടൻ കാപ്പി, എനിക്ക് തോന്നുന്നു കട്ടൻ കാപ്പിയേക്കാൾ ടേസ്റ്റ് കട്ടൻ ചായക്കാണ് ഈ ഒരു സാധനം തോന്നുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തേജുവിന് ഇങ്ങനെ ഉപ്മാവുകളോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിനാവും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ എനിക്ക് സമാധാനമാണ്. എങ്ങനെയും കുറച്ച് കഴിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചുണ്ടാക്കണതാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇടയിൽ ഇതിങ്ങനെ ഉണ്ടാക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഡെയിലി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിടുന്നില്ല. കാരണം എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും അവൻ കഴിക്കില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയിലൊക്കെ ഒന്ന് വരുമ്പോൾ ഉണ്ടാക്കൽ നിർത്തി അവനോട് ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് പറയണത് അപ്പം ചെയ്യാറ്. ചിലപ്പോൾ ബ്രെഡൊക്കെ നമ്മൾ സ്റ്റോക്ക് വെക്കാറുണ്ട്, ബ്രെഡ് പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ വെറും ബ്രെഡ് മതി പറഞ്ഞാൽ വെറും ബ്രെഡ് കൊടുക്കും. അങ്ങനെ എന്താവും പറയണമെന്ന് വെച്ചാൽ അതുപോലെ കൊടുക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയത് അത്ര നല്ലതല്ല, എല്ലാം കഴിച്ചങ്ങോട്ട് ശീലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഓരോന്നൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിരിക്കണത് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ പാത്രങ്ങളിട്ട് വെച്ച പാത്രം ഒന്ന് കഴുകുകയാണ്. ഇത് ഉണ്ടാക്കാനും അത്ര നേരമൊന്നും വേണ്ട, ഭയങ്കര സിമ്പിളാണ്. ഞാൻ ചില വീഡിയോയിൽ ഇങ്ങനെ 1 മിനിറ്റ് പോലും വേണ്ട പറയുമ്പോൾ കുറേ പേര് അതിങ്ങനെ കളിയാക്കാറുണ്ട് കേട്ടോ. 1 മിനിറ്റ് പോലും വേണ്ട പറഞ്ഞിട്ട് കാര്യമാണ്. സംഭവം ഉണ്ടാക്കുക 1 മിനിറ്റ് പോലും നമുക്ക് ശരിക്കും വേണ്ട. പക്ഷേ ഈ അരിഞ്ഞെടുക്കണ സമയം കൂട്ടാണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സബോള
സബോള, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില അതൊക്കെ ഒന്ന് ചെറുത് ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വെക്കാൻ വേണ്ടാലോ. ജസ്റ്റ് അതൊന്ന് വയറ്റി വന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സാധനം പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റ് ഒന്നും വേണ്ട ഉണ്ടാക്കാൻ. പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ശർക്കര കാപ്പി ആട്ടാ. ശർക്കര ഇട്ടിട്ടുണ്ട്. പിന്നെ തിളയ്ക്കുമ്പോൾ മാത്രം കാപ്പിപ്പൊടി ഇടുള്ളൂല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ നമ്മൾ ചോറിന് രാത്രിക്കുള്ള ചോറിനുള്ള അരി ഞാൻ ഒരു 1 മണി 2 മണിയോട് കൂടിയിട്ട് ഞാൻ ഇട്ടിട്ട് നമ്മുടെ ചാക്സനിൽ ഇറക്കി വയ്ക്കട്ടെ ചെയ്യുക. അപ്പം എന്നിട്ട് കഴിക്കാറാവുമ്പോഴേക്കും, കാരണം ഒരുപാട് സമയം എടുക്കേണ്ട അരി വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നേരം കണക്കാക്കിയിട്ടാണ് ഞാൻ ചെയ്യണത് അതിട്ടാ. അതുപോലെ തന്നെ രാവിലത്തേക്കാണെങ്കിലും ഞാൻ തലേന്ന് അരി ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് ചാക്സനിൽ ഇറക്കി വയ്ക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ പിന്നെ അത് എടുക്കുക വേണ്ടു. രാത്രിയാണൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാത്രിക്കുള്ള ഫുഡിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് വെക്കുക കേട്ടോ. അപ്പോൾ ടോട്ടലി എന്താ ഇപ്പോൾ വെക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു സോയാബീൻ വറുത്തിട്ട് അതിലൊരു ഗ്രേവി പോലെ ആക്കാന്നുള്ള പ്ലാനിൽ വീണ്ടും ഞാൻ നമ്മുടെ സബോളയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നാളത്തേക്കുള്ളതൊന്നും ഞാനിന്ന് അരിഞ്ഞ് വെക്കണില്ല. കാരണം നാളെ സാറ്റർഡേ ആണ്. തേജുവിനൊന്നും ക്ലാസ് ഇല്ല. ചേട്ടന് ഇനി ചിലപ്പോൾ പട്ടാമ്പി എങ്ങാനും വിസിറ്റ് ആണെങ്കിൽ നമുക്ക് പതുക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് മടിയും കയറിയുണ്ട് എനിക്ക്. ഇപ്പോൾ രാത്രിക്കുള്ളതൊക്കെ അരിഞ്ഞ് ഒക്കെ സെറ്റാക്കി വെച്ചു കൂട്ടാ. സബോള, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി അങ്ങനത്തെ ഐറ്റംസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും തേജ് വന്ന് അവനെ കുളിപ്പിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഞാൻ രാത്രിക്കുള്ള നോക്കുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയുള്ള ഗ്യാപ്പിൽ എന്തെങ്കിലും ചെയ്യും. പരമാവധി ഞാൻ ഇരുട്ടാകുമ്പോഴേക്കും ബാക്കിലെ കാര്യങ്ങളൊക്കെ തീർത്തുവിടെ ഇരിക്കാനാണ് നോക്കുള്ളൂ. കാരണം വെൻഷാട്ടപ്പോൾ വരുമ്പോൾ നേരം മെഴുകും. പാലക്കാട് ആയതുകൊണ്ട് 9 മണി 9:30 ആ ഒരു റേഞ്ചിലൊക്കെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ വരണത്. അപ്പം പരമാവധി ഞാൻ ഇരുട്ടാവുമ്പോൾ പിന്നിലേക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ശ്രമിക്കാറില്ല. ഒക്കെ കഴിച്ച് ഞാനും തേജ് കൂടി ഇരിക്കാനാണ് നോക്കാറുള്ളൂ. അപ്പോൾ വേഗം ഇരുട്ടാകുമ്പോഴേക്കും എല്ലാം തീർക്കണം. അപ്പോൾ ഇപ്പോൾ കറണ്ട് പോയിട്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കറണ്ട് പോയിക്കാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. തേജ് കുറച്ചൊക്കെ വരാറായിട്ടുണ്ട്. ഇനി അവൻ വന്നിട്ട് അവനായിട്ട് വരാം. കുറച്ചുകൂടി ഉമ്മർത്തിരിക്കട്ടെ. എന്തായാലും തേജ് വരാറായി. പക്ഷെ നല്ല വെയിലുണ്ട് ഗൈസ്, ഒട്ടുക്കത്തെ വെയിൽ. അപ്പോൾ ഗൈസ് സർപ്രൈസ്, അച്ഛൻ വന്നിട്ടുണ്ട്. 1 മിനിറ്റ്. അപ്പോൾ അതേ അച്ഛൻ കോഴിക്കോട്ട് നിന്ന് അച്ഛനും അമ്മയ്ക്ക് ഇപ്പം ഒന്ന് വന്നിട്ടുള്ളൂ കേട്ടോ. അവർ എന്നാൽ ശനിയോ ഞായറോ തിങ്കളോ അങ്ങോട്ടായിട്ട് കോഴിക്കോട്ടേക്ക് പോയതായിട്ട് ആരുടെ അടുത്തേക്ക്. അപ്പോൾ അതേ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് അവർ അച്ഛനും അമ്മയും ആരും കൂടിയിട്ടാട്ടോ വന്നിരിക്കണം. ആരിനി പൂരം കഴിഞ്ഞിട്ട് പോവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോഴിക്കോട്ട് നിന്ന് എല്ലാവരും കൂടിയിട്ട് അവർ അമ്പലങ്ങളിലേക്ക്, വയനാട് ഏതോ അമ്പലത്തേക്ക് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ വഴിപാടോ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് എനിക്ക് അതിൻ്റെ കാര്യം ഡീറ്റെയിൽസ് അറിയില്ല. ആര് വ്ളോഗൊക്കെ എടുത്തിട്ട് അവൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കിട്ട്. അവരെങ്ങോട്ടൊക്കെ നല്ല നല്ല അമ്പലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ആദർശ് അമ്മ, പിന്നെ ഇവിടുന്ന് അമ്മയും അച്ഛനും ആണ് നമ്മുടെ അവിടെ നിന്ന് പോയത്. പിന്നെ അവരവിടുന്ന് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോയിക്കുന്നത്. അപ്പോൾ അതേ തേജുവിന് എന്തൊക്കെയോ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വന്നേക്കണതാണ്. വന്ന വഴിക്ക് തന്നെ വീട്ടിൽ 2:30 ആകുമ്പോൾ എത്തിയെന്ന് പറഞ്ഞത്. 4 മണിയാകുമ്പോഴേക്കും ആൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയ വഴിക്ക് തന്നെ അതൊക്കെ എടുത്ത് കെട്ടിപ്പറക്കിയിട്ട് കൊടുന്നേക്കാണ്. അപ്പോൾ തേജുവിന് കുറച്ച് കളിപ്പാട്ടും അതിൻ്റെ ഇടയിൽ നമ്മുടെ പണിയെ തോന്നുന്നു. വീട്ടിലെ കടല, പയർ, കായ, അതുപോലെ ചെറുള്ളി, സോപ്പ് വരെ അച്ഛൻ്റെ കവറിലിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെയായിട്ട് അച്ഛനമ്മയും വരുമ്പോൾ മിളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എക്സ്ട്രാ കുറച്ച് കൈ പിടിച്ചിട്ടൊക്കെ ആയിട്ട് അവർ വരാറ്. ഒരു കോഴിക്കോട് നിന്ന് അച്ഛനമ്മയോടെ കൂടിയിട്ട് ആരുടെ അവിടെ നിന്ന് ഏതൊക്കെ ഒരു അമ്പലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കൊടുന്ന പായസം ഞാനും തേജും ഇങ്ങനത്തെ പായസത്തിൻ്റെ ടിറ്റാട്ടോ. പിന്നെ അതേ ഞാൻ തേജ് വരാറായപ്പോൾ അച്ഛന് ചായ അവിടെ വെച്ച് കൊടുത്തിട്ട് തേജുവിനെ കൊണ്ടുവരാൻ റോട്ടിക്ക് കയറി നിൽക്കാം കേട്ടോ. അപ്പം അച്ഛൻ ഒളിച്ച് നിന്നുണ്ട് തോന്നുന്നു. ഒളിച്ച് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തേജുവിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അവൻ വന്നപ്പോൾ തന്നെ വണ്ടിയൊക്കെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ നിന്നു കേട്ടോ. ഇടയ്ക്ക് 35, ഇടയ്ക്ക് 40 കൂടിയിട്ടൊക്കെ അവൻ്റെ വണ്ടി വരാറ്. അങ്ങനെ ഇതേ ഏകദേശം കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം ഞാൻ നിന്നു. അങ്ങനെ ഇതേ വണ്ടിയൊക്കെ വന്നു. കുട്ടീനെ എടുത്തു. കുട്ടീനെ ഇറക്കിയ വഴിക്ക് തന്നെ ഫുൾ കംപ്ലയിൻസ് ആട്ടോ ഞാൻ കേൾക്കണത്. പിച്ചി, മാന്തി, നുള്ളി, കടിച്ചു എന്നുള്ള കംപ്ലയിൻസ് കേട്ട് ഞാൻ മടുത്തു വിട്ട തേജുവിൻ്റെ സ്കൂൾ വണ്ടിയിൽ നിന്ന്. അപ്പം എൻ്റെ ഇത് ചീത്ത കേട്ടപ്പോഴുള്ള മുഖപാട്ടത്, എന്തിനാ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ. അപ്പം അവൻ അവൻ്റേതായ ന്യായങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതാണമ്മ, ഇതാണമ്മ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീയോ ആരെയും ഒന്നും ചെയ്യാൻ പോകണ്ട, ഒന്നും മിണ്ടാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടാനൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ അതേ കുട്ടിയുടെ മുഖത്ത് ഇപ്പോഴും മുഖം തെളിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എടുത്ത വഴിക്കാണ് ഞാൻ ചീത്ത പറഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ എന്ത് പണി തേജു കാട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാനും ചീത്ത പറഞ്ഞു കേട്ടാ.
അങ്ങനെ അതേ ആ വിഷമം പിടിച്ച മുഖത്തോട് കൂടിയിട്ടാണ് തേജപ്പൻ ചെരുപ്പൊക്കെ ഊരിണ്ടിട്ടാ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടാ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് അച്ഛൻ്റെ വണ്ടി അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി കണ്ടപ്പോൾ തന്നെ ഒന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ അപ്പുറത്ത് പണി നടക്കണോണ്ട് അവരുടെ കാറ് വേറൊരു അവിടുത്തെ ആൾക്കാരുടെ കാറ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പണിക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ. അപ്പോൾ ആ കാറും വണ്ടിയും കൂടി കണ്ടപ്പോൾ ഒന്ന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ അച്ഛൻ്റെ വണ്ടി കണ്ടപ്പോൾ ഒന്ന് നല്ല മനസ്സിലായിക്കണം. അപ്പോൾ ആദ്യം തന്നെ നടന്ന് തപ്പ് കേട്ടാ. ആദ്യം ഈ ബെഡ്റൂമിൽ ചെന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് കുളിക്കാൻ കയറി എന്ന് പറയുന്നുണ്ട് അറിയാത്ത പോലെ. അപ്പോഴും കുട്ടിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടാ. കുളിക്കാൻ നടക്കണ നീ എവിടെ കുളിക്കാറ്? അച്ഛൻ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ വാതിലിൻ്റെ. അവന് പിന്നെ വലിയ എക്സ്പ്രഷനൊന്നും ഇല്ല. അവൻ ഇങ്ങനെ നോക്കി. പിന്നെ ഇത് അച്ഛനും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പോഴും ഞാൻ ചീത്ത പറഞ്ഞതിൻ്റെ ആ ഒരു വിഷമം ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ടായി, എന്താ വികൃതി കാട്ടി, അങ്ങനെ ചെയ്യാൻ പാടുമെന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ചീത്ത പറയുന്നത് അച്ഛൻ ഇങ്ങനെ കേട്ടിരുന്നു. പിന്നെ അത് അച്ഛൻ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അതേ വേഗം കുട്ടി എടുത്തു. പിന്നെ അച്ഛതെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവൻ കഴിക്കണില്ല കേട്ടോ. അപ്പം അച്ഛൻ കഴിക്കുക കേട്ടോ അത്. പിന്നെ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇതാക്കി. പിന്നെ അത് അവൻ്റെ മേലൊഴുകലൊക്കെ ഞാൻ എൻ്റെ ഇടയിൽ തീർത്തു വിട്ടാ. പിന്നെ അച്ഛൻ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് നോക്കുകയാണ്. അപ്പം ഞാൻ സോപ്പ് വേഗം എടുത്തിട്ട് മാറ്റി വെച്ചു. ചിലപ്പോൾ വല്ല മിഠായി വെച്ചിട്ട് എടുത്ത് കടിച്ചാലോ വിചാരിച്ചിട്ട് അത് സോപ്പാന്നും പറഞ്ഞ് ഞാൻ മാറ്റിയിട്ടാ. പിന്നെ അവന് കൊടുക്കുന്ന പലഹാരങ്ങളൊക്കെ അത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും തേജുവിൻ്റെ മുഖം വല്ലാണ്ട് അങ്ങോട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത് അച്ഛൻ വാങ്ങിക്കൊടുന്നതാലോ. അവൻ കൂടെ പോയി വാങ്ങിയാലാണ് അവനൊരു സമാധാനം ഉള്ളൂ. നല്ല ലേസും പാക്കറ്റ് കിട്ടിയപ്പോൾ ഒന്ന് അതുകൊണ്ട് പോയിട്ടാ. പിന്നെ ഇത് ആര്യ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. മറ്റേ അതിനിപ്പോൾ എന്താ പറയാൻ എനിക്കറിയില്ല. ഞാൻ പറയണ പേര് ഞാൻ പറയാം. ഞങ്ങൾ പൊള്ളം വീർപ്പിച്ച് കളിക്കുക അങ്ങനെയൊക്കെ ഓരോ പേരായിട്ട് ഇതിനെ പറയാറ്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മെക്കാനിസം ഇങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. ഇത് എവിടെ തൊട്ടാലാണ് വരിക എന്നൊക്കെ കുറേ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ടാണ്. പിന്നെയാണ് ഞാൻ കണ്ടുപിടിച്ചത് ഇതിൽ ബാറ്ററി ഇട്ടിട്ടില്ല ഗൈസ്. നമ്മൾ ബാറ്ററി ഇടുന്നതിൽ. അപ്പോൾ അതേ തേജ് എന്തായാലും അച്ചാച്ച കടയിൽ പോവുക പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ അച്ഛൻ കടയിൽ പോവാമെന്നും പറഞ്ഞു. അപ്പോൾ എന്നാൽ ബാറ്ററി വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കവർ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പല ഷോർട്സിലും പറയാറുണ്ട്. തേജു ഒന്നെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു കവറോ ബാഗോ കൈ പിടിക്കും. കാരണം അവന് സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. അതിനാണ് ഈ ഒരു കവറും പിടിച്ചിട്ട് അച്ഛൻ്റെ പിന്നാലെ പോകണത്. ഇപ്പോൾ എന്തൊക്കെ വാങ്ങിക്കൊണ്ടുവരും ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് തോന്നിയതും അതൊന്നും വാങ്ങരുത് തേജോ. മധുരമുള്ള മിഠായിയോ അതുപോലെ കിൻഡർ ജോയ് അതൊന്നും വാങ്ങി വരരുത്. നീ ആ ബാറ്ററി പിന്നെ നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മാത്രം വാങ്ങിയിട്ട് വന്നാൽ മതി. കണി കണ്ടതൊന്നും വാങ്ങിയിട്ട് വരരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും കടയിൽ പോയി. പിന്നെ ഞാൻ മിറ്റടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾക്ക് മിറ്റത്തിൻ്റെ കോലം കാണാണ്ടല്ലോ, നല്ല രീതിക്ക് എല്ലാം ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിറ്റടിക്കുന്നത് വീഡിയോ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ട്രൈപോഡൊക്കെ കൊടുന്ന് വെച്ച് എല്ലാവരും അതേ ട്രൈപോഡിൻ്റെ കുറേ പേര് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം എൻ്റെ ട്രൈപോഡിൻ്റെ കോലം ഇങ്ങനെയായി. ഞാൻ ഫോണൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയതായിരുന്നു. ആ മുകളിലത്തെ സംഭവം സ്പ്രിങ് പൊട്ടിയിട്ടില്ല, എവിടെയും പൊട്ടിക്കാണാല്ലേ. പക്ഷേ ആ സ്പ്രിങ് അങ്ങോട്ട് തെറിച്ച് പോകുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അവസാനം എനിക്ക് ഫോൺ അവിടെ വെക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ടൈറ്റിൽ ഇറുകി പിടിച്ചിരിക്കില്ല, അങ്ങനെ ഇരിക്കണില്ല. അതാ സ്പ്രിങ് പോകുന്നതുകൊണ്ട് എന്തൊക്കെയോ ലൂസായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സിന് എങ്ങനെയാണ് നോക്കിയിട്ട് അത് ശരിയാക്കണം കേട്ടോ. അതിനത് ഞാൻ മിറ്റടിച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ മിറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. രണ്ട് സൈഡിൽ നിന്നും കൂട്ടണ നേരത്താണ് അച്ഛൻ്റെ വണ്ടി വരുന്ന സൗണ്ട് ഞാൻ കേട്ടുട്ടാ. എനിക്ക് ഇവിടെയും കൂടി അടിക്കാണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കൂട്ടി വെച്ച് പിന്നെ അവർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചൂല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവരേനെ സ്വീകരിക്കുക കേട്ടോ. അപ്പോൾ തേജുവിൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ വരുന്നുണ്ട് കേട്ടോ കളിക്കാൻ. അപ്പോൾ ഇത് അച്ഛനും തേജും കൂടി വന്നു. അവൻ പോയിട്ട് ഇതേ 1-2 സാധനങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി നോക്കൂ, ഒന്നെങ്കിൽ ഒന്നിത്തിരി വില കൂടുതലിൻ്റെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഉപയോഗമില്ല, ഇത് കഴിക്കൊന്നുമില്ല കേട്ടോ. വെറുതെ പൈസ കളയാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വരുന്നതാട്ടോ. ഞാൻ ഈ ഒരെണ്ണം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞത് വേറൊന്നല്ല, വല്ല കിൻഡർ ജോയ് നെവർ കേട്ടോ. കിൻഡർ ജോയ് അല്ല, എന്തെങ്കിലും വല്ലൊരു ചെറിയ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മഞ്ചോ ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ വില ഐറ്റംസൊക്കെ വാങ്ങി വരണേ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. പക്ഷെ കുട്ടി എന്നാലും ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞ സ്ഥിതിക്ക് 2 വിലയുടെ സാധനം വാങ്ങിയിട്ടാണ് കൊടുന്നേക്കണത്. പിന്നെ അതേ ചെരുപ്പക്കൂരി അവൻ്റെ ഫ്രണ്ട്സും വന്നു. പിന്നെ അവന് സംഭവം കിട്ടിയില്ല. പിന്നെ അവൻ അച്ഛനെ വേണ്ടാട്ടാ. അപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അച്ഛൻ പോവാണ്, അതൊക്കെ കൊടുന്നു. അപ്പോൾ അത് എന്നിട്ട് അച്ഛൻ പോവുക. അപ്പോൾ അച്ഛൻ തന്നെ വന്ന് ചോദിച്ചു, വെറുതെ വന്നതാണ്. അവർ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കൊടുന്നേരാലോ എന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു ഓടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ അതേ പോവാട്ടോ. അപ്പോൾ ഞാൻ നിർബന്ധിച്ചപ്പോഴാട്ടോ തേജ് വരുന്ന്. അച്ചാച്ചയ്ക്ക് ടാറ്റ കൊടുക്കാൻ വാടാന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് വന്നിട്ടാ. വന്ന് നിന്നു. അച്ഛൻ വണ്ടിയുമ്പോൾ കയറുമ്പോഴേക്കും അവൻ തിരിഞ്ഞോടൽ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇത് അച്ഛൻ പോവാണ്.
അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അച്ഛൻ അവിടെ എത്തുമ്പോൾ 10-25 മിനിറ്റ് എടുക്കും. ഇപ്പം നമ്മൾ വിൻഷാട്ടിൻ്റെ ഒക്കെ കൂടെ പോവുകയാണെങ്കിൽ 10-15-20 മിനിറ്റ് കൊണ്ട് എത്താറുണ്ട്. അച്ഛൻ ഭയങ്കര സ്ലോവിലാട്ടോ പോവാറുണ്ട്. ഏകദേശം 6 മണി കൊണ്ട് കൂടിയിട്ട് അവിടെ എത്തും അച്ഛൻ എന്തായാലും. കാരണം അച്ഛൻ ചെന്ന് വിളക്ക് എത്തിക്കേണ്ടതാണ്. മിറ്റ് അടിച്ചോറിൽ കഴിഞ്ഞിട്ട് മിറ്റ് ഞാൻ ഫ്രണ്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ, സൈഡും ബാക്കൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ബാക്കൊക്കെ ഇനി നാളെ രാവിലെ അടിക്കുക വെച്ചിട്ടാണ്. നാളെ തന്നെ തേജുവിന് ക്ലാസ്സിൽ പറ്റിയെങ്കിൽ ഞാൻ നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടെ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മേല് കഴുകാൻ പോവുകയാണ്, വിളക്ക് കൊളുത്തണം, അങ്ങനത്തെ പരിപാടികളോ കേട്ടോ. അപ്പം ഇനി മേലെ എഴുകിയിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ കാണാം. അപ്പോൾ എൻ്റെ മേലെ എഴുകൽ കഴിഞ്ഞു കേട്ടോ. ഇവൻ ഇവിടെ ഉണ്ട്, എന്നെ ചീത്ത കേട്ടിരിക്കുക. മേലെ എഴുകി കഴിഞ്ഞ ആളാണ്. ഇവിടെ ഓടി നടന്നിട്ട് ആ ഉഷ്ണിച്ച് ഇതായിരിക്കണം, ആ കൊളായി വേഷം കെട്ടിക്കണം. അപ്പം അതിനെ ചീത്ത കേട്ടി ഞാൻ അപ്പോൾ വീണ്ടും കൈയും കാലൊക്കെ കഴുകി എടുത്തിട്ട് ഇരുത്തിയേക്കാണ് അവിടെ അവനെ. ഇനി ഇവൻ ചളിക്കിറങ്ങി എൻ്റെ നടി ഉറപ്പാണ്. ചിരിക്കണ്ടേ, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞോട്, അറിയാലല്ലേ? ചിരിക്കാനാണ് പറഞ്ഞേ. ഓടന്നു ഒരു വിലയല്ല, തമാശ ഇല്ല, കാര്യമായിട്ട് രമേശ് എന്ന് ഞാനൊരു വിലയില്ലെന്ന്. അപ്പോൾ ഞാൻ തിരുമ്പിയിട്ടില്ല കേട്ടെന്ന്. നമ്മൾ ഇന്നത്തെ തിരുമ്പിയിട്ടൊന്നുമില്ല, കാരണം നാളെ തേജുവിന് ക്ലാസ് മതി. ഓക്കെ, നാളെ തേജുവിന് ക്ലാസ് ഇല്ല. അപ്പോൾ രാവിലെ എനിക്ക് അത്ര വലിയ ധൃതി പിടിച്ചിട്ടുള്ളതൊന്നും ഇല്ല. എല്ലാം കഴിഞ്ഞ് ആഴത്തിൽ തിരുമ്പാവുന്നതേ ഉള്ളൂ. തിരുമ്പിയിട്ട് കുളിച്ചാലും മതിയല്ലോ. അപ്പം ഞാൻ തിരുമ്പലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മേല് കഴുകി ഇനി വിളക്കുളത്തും, പിന്നെ കിച്ചണിൽ കയറും. പിന്നെ രാവിലെ കഴുകിയിട്ട് തുണികൾ എടുക്കാണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് എടുത്ത് വരണം. പിന്നെ അതേ ഞാൻ വിളക്കൊക്കെ കൊളുത്തിയിട്ട് ആ വിളക്ക് കൊളുത്തുമ്പോൾ കുറേ പേര് പറഞ്ഞു എന്താ ടി വി ഇങ്ങനെ വെച്ചിരിക്കണമെന്ന്. അത് തേജുവിൻ്റെ പണിയാട്ടോ. അവ അവിടെ ഇരിക്കുന്നുണ്ടാവും. എത്ര ഓഫാക്കാൻ പറഞ്ഞാലും ആളത് ഓഫാക്കില്ല. ഇനിയിപ്പോൾ അതുമ്പോൾ ഞാൻ പിടിച്ച് നിന്ന് അവിടെ നിന്ന് കരച്ചിലായി പിഴിച്ചിലായി ഇതൊക്കെ. പക്ഷേ കുട്ടി സൗണ്ട് കുറച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് അവൻ്റെ കൂടെ വന്ന് തൊഴുതു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞാനിതങ്ങനെ ഉമ്മർത്തിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിലെ പാട്ടല്ല നാമജപം ഉണ്ടായിരുന്നു. പിന്നെ സ്വാമിമാരൊക്കെ ശരണം വിളിച്ചിട്ട് തൊഴുതിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ട് അപ്പോൾ അതേ നമ്മുടെ തേജുവിൻ്റെ ഫ്രണ്ട് നമ്മുടെ അപ്പുറത്തുള്ള ഉണ്ണിയുള്ളത് തേജുവിന് ചക്ക കൊടുക്കുന്നുണ്ടായിരുന്നു തൊട്ട്. തേജു ആണെങ്കിൽ ഒരു ചക്ക ലവറാണ് സത്യം പറഞ്ഞാൽ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടാ ചക്ക, മാങ്ങ, അങ്ങനത്തെ ഫ്രൂട്ട്സ് ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ അത് അവർ ഒരു ചക്ക കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞ ചക്ക ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഈശ്വര അത് ഞാനിപ്പോൾ ഇങ്ങനെ നന്നാക്കുമെന്ന് ചിന്തിച്ചിട്ട്. വേറെ എന്നാലും എനിക്ക് ഞാനങ്ങനെ ചക്ക കഴിക്കുന്ന ആളല്ല കേട്ടോ. ആദ്യമൊക്കെ കഴിച്ചായിരുന്നു തോന്നുന്നു, പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ചക്കയോട് വലിയ ഇഷ്ടമില്ല. കഴിക്കുമ്പോൾ 2-3 ടേസ്റ്റിന് ഇങ്ങനെ നോക്കാൻ വേണ്ടി കഴിക്കാൻ നല്ലാണ്ട് കഴിക്കാൻ കുറവാട്ടാ. ചക്ക കഴിക്കാൻ പോവാട്ടാ. ചക്ക ഇപ്പം അപ്പുറത്തുനിന്ന് കൂടെ കയ്യോ മുളഞ്ഞിട്ടുണ്ട്. സത്യം പറയാലോ, ഞാനിതുവരെ ചക്ക വെട്ടി തന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ചക്ക വെട്ടി കഴിക്കാൻ പോണ്. പൊതുവെ എനിക്ക് വലിയ ഇഷ്ടമില്ല, എന്നാൽ 2-3-4 ചോളൊക്കെ ഇരുന്ന് കഴിക്കും ഞാൻ. പക്ഷെ ഇങ്ങനെ ചക്കപ്രേമിയല്ല. തേജുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ചക്ക. അപ്പോൾ ചക്കയൊക്കെ അവിടെ വെട്ടുമ്പോൾ ഞാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനങ്ങനെ മൈൻഡ് ചെയ്യാൻ പോകാറില്ല കേട്ടോ. അവിടെയൊക്കെ ഉഷമാമയിലാണ് എനിക്ക് വെട്ടി തരിക. അമ്മ, അച്ഛൻ ഇവരൊക്കെയാണ് വെട്ടിയിട്ട് നമുക്ക് തരും. അങ്ങനെ വെട്ടി അപ്പോൾ ഞാനങ്ങനെ വെട്ടാറില്ലല്ലോ. അപ്പോൾ ഇവരുണ്ടാക്കി കൊടുക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ വെട്ടിയിട്ട് കഴിക്കുമ്പോൾ 2 വർഷം കഴിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇതുവരെ ചക്ക കഴിക്കാതിരുന്നിട്ടില്ല. ആദ്യമായി ഞാൻ ചക്ക വെട്ടാൻ പോകുന്നു ഗൈസ്. വെട്ടിയിട്ടുണ്ടാ ഇല്ല, വിൻഷാടിനോടെ നമ്മളത് അവിടെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വെട്ടി നുറുക്കി തരുമ്പോൾ നമുക്ക് അതിൽ ചോള പറിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളൂ. തേജപ്പനാട്ടക്കിന് വീഡിയോ എടുത്ത് തരാൻ പോണ് ചക്ക വെട്ടണത്. പക്ഷെ ഇതിനൊരിക്കലും ചക്ക വെട്ടുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഓൾറെഡി അവർ വെട്ടി കഷ്ണാക്കി തന്ന ചക്കയാണ്. അതിൻ്റെ ആ മുകളിലത്തെ സംഭവം മുറിച്ച് കളയേ വേണ്ടു. പക്ഷെ ഒന്നാമത് കത്തിക്ക് മൂർച്ചില്ലാണ്ട് തോന്നുന്നുണ്ട്. ഞാൻ കിടന്ന് ബലം പിടിക്കുന്നുണ്ട്. പിന്നെ അത് അതിൻ്റെ മുകളിലത്തെ സംഭവമൊക്കെ ചെത്തി കളഞ്ഞു. മറ്റേ മുളഞ്ഞീന്നാട്ടാ നമ്മൾ പറയാ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വെളിച്ചെണ്ണ പോയിട്ട് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ മറന്നു സംഭവം. ഞാൻ വെളിച്ചെണ്ണ എടുക്കാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയടിക്ക് അത് വെട്ടി മുറിക്കാൻ നോക്കിയിട്ട് കയ്യിൽ ഇത്തിരി ആയപ്പോഴാട്ടെ ഞാൻ വെളിച്ചെണ്ണ എടുക്കാനൊക്കെ പോയത്. ഞാനെന്തേ വെളിച്ചെണ്ണ എടുത്ത് കൊടുന്ന് കൈമ പരട്ടി. അപ്പോൾ പിന്നെ തേജുവിനും ആഗ്രഹം തേജുവിനും വെളിച്ചെണ്ണ വേണമെന്ന് കൈമ. അപ്പോൾ അത് അവനും കുറച്ച് ഞാൻ കൈമ പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓരോന്ന് ചോള പറിച്ചയിലത്തെ മുകളിലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ എന്തിട്ട് തന്നെ പറയാനാവട്ടെ. ആ സംഭവങ്ങളൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിലെ ചക്കയുടെ കുരു അതൊക്കെ എടുത്തിട്ട് ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ന്യൂസ് പേപ്പർ തേജപ്പനോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതാട്ടോ. കാരണം ഉണ്ണി കൊടുന്ന ന്യൂസ് പേപ്പർ ഇങ്ങനെ കീറി ഉണ്ടായിരുന്നു നനഞ്ഞിട്ട്.
അപ്പം ഞാൻ തേജുവിനോട് ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ പോയിട്ട് എടുത്തിട്ടുണ്ട്. അവനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൻ ആദ്യം മുടക്കാൻ പറയുള്ളൂ. ഒട്ടേക്ക് വെയ്യ അമ്മയ്ക്ക് വെയ്യ എവിടെയൊക്കെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല മടി കാട്ടും. പിന്നെ ഞാൻ പറയും എടുത്തു കൊടുന്നോന്ന് ഒത്തിരി കലിപ്പിൽ പറഞ്ഞാൽ വേഗം പോയിട്ട് കൂടി എടുത്തു കൊണ്ടുവരട്ടാ. അങ്ങനെ അത് എടുക്കാൻ പോയേക്കട്ടെ. ഞാൻ വിചാരിച്ചു എടുത്ത് കൊണ്ടുവരില്ലായിരുന്നു. തപ്പി ഒരു മണിക്കൂർ അവിടെ നിൽക്കുന്ന ഞാൻ വിചാരിച്ചു. പൊതുവേ അതാണ് അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ ആ സാധനം നമ്മളവിടെ ചെന്ന് അവന് കാണിച്ചു കൊടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കേണ്ട ഒരവസ്ഥയാണ് പൊതുവേ വരാറ് കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പർ കൊടുന്ന് വിരിച്ചാലേ ചക്ക കിട്ടുള്ളൂ എന്നുള്ള ബോധം ഉദിച്ചു തോന്നുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അതേ കൊടുത്തിട്ട് ഞാൻ എന്താ പറയുക സംഭവങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്ലീൻ ആക്കുമ്പോൾ ഞാനും ഓരോ കഷ്ണം കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. വലിയ മധുരമല്ല, നല്ല പഴുത്ത ചക്കയില്ലല്ലോ. അപ്പോൾ ചെറിയൊരു മധുരം ഒരു പുളിപ്പ് അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. പിന്നെ അതേ തേജുവിനെ നമ്മൾ പിയാനോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് കുറച്ച് നേരം കളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. Don't go for man. പിന്നെ അതുകൊണ്ടുള്ള കളി കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത പൂതി ഇതുകൊണ്ട് കളിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അധികം ഇരുട്ടായിട്ടില്ല. നമുക്കിപ്പോൾ കണ്ടാൽ തോന്നും ഭയങ്കര ഇരുട്ടാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ പോസ്റ്റ് അല്ലാണ്ട് റോട്ടിൽ പോസ്റ്റ് ഉണ്ട്, അതിൽ ലൈറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഇരുട്ട് തോന്നുന്നത്. സംഭവം 6:45 7 മണി പോലും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഭയങ്കര കൂരി ഇരുട്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തൊന്നും അവരില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടിക്ക് വലിയ വെളിച്ചില്ല. നമ്മുടെ വീടിൻ്റെ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവന് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പൊള്ള വീർപ്പിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തോന്നുന്നു ആര് ഇതൊക്കെ വാങ്ങി കൊടുത്തയച്ചേക്കണത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലുതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വിൻചാറിൻ്റെ ഒരു ഫ്രണ്ട് അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി കൂടി വലുപ്പമുള്ളതാട്ടാ. കുറച്ച് ശരിക്കും ഇങ്ങനെ ഒരു തോക്ക് പോലത്തെ ഭയങ്കര വലിയ സാധനമായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് നാശമായിട്ടാ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അത് 1-2 വട്ടം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. പക്ഷെ അത് വേഗം നാശമായിരിക്കുന്നു. അതിലാണെങ്കിൽ കുറേ നേരം ബബിൾസ് ഇങ്ങനെ കുറേ പൂട്ട്. ഇതിലിങ്ങനെ ചെറുതായിട്ട് തോന്നുന്നു. നമ്മൾ ഫസ്റ്റത്തെ ഒരു 1-2 പ്രസ്സിൽ തന്നെ കഴിയും. അങ്ങനെ എന്താ ഇതൊക്കെ കളിച്ച് ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ ഉമ്മർത്തിരുന്നു കേട്ടോ വീടിൻ്റെ. എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ട്രൈപോഡ്, അപ്പോൾ ശരിക്കും നമുക്ക് ട്രൈപോഡ് മസ്റ്റാണ്. അതിലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. വേറെ ആരും പിടുത്തരാമല്ലോ. അതുകൊണ്ട് എനിക്ക് എന്തായാലും ട്രൈപോഡ് വേണം. പക്ഷെ സംഭവം എനിക്കൊരു പേടി, ഫോണെങ്ങാനും വീണാലോ ഒന്ന്. ഇന്നോടെ ഞാനത് റെഡിയാക്കും, എങ്ങനെയെങ്കിലും ഇരുന്നാക്കും. അപ്പം ഞാൻ വീഡിയോ എന്നാൽ വൈൻഡപ്പ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. ഒരു മിനിറ്റ് തേജ്, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. അല്ലെങ്കിൽ ഒരു ടെൻഷൻ, ഫോണെങ്ങാനും വീണ് ഫോൺ അടിച്ചപ്പോൾ എനിക്ക് ഒറ്റ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. നമുക്ക് കറിയല്ല സോയാബീൻ ഇല്ല, ആ സംഭവം ഒന്ന് ആക്കണം. അത് വെക്കണം, കഴിക്കണം, കിടക്കണം, ഇതേ ഉള്ളൂ. പിന്നെ തുണികൾ മടക്കാണ്ട് അതന്നെ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനും തേജപ്പനും ഇതേ അച്ഛൻ പഴംപൊരിയും വടയും കൂടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഇരുന്ന് കഴിക്കുകയാണ്. ചക്ക നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ വന്നാൽ കൊടുക്കാച്ചിട്ട്. തേജും കുറേ കഴിച്ചിട്ടൊന്നുമില്ല, തേജും കുറച്ചേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഫുൾ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ വീഡിയോ ആകെ പ്ലിങ് ആയിപ്പോയി. സാരില്ല, പറ്റുമെങ്കിൽ ഞാൻ നാളെ നമ്മുടെ ട്രൈപോഡ് സെറ്റാ വെച്ച് നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യൂ. അപ്പം നമുക്കിനി വേറെ വീഡിയോയിൽ കാണാം. ബായ് ബായ് പറയടാ. Bye.